പെട്ടിയും പറയും. ഇത് കേൾക്കുമ്പോൾ കൃഷിവലരല്ലാത്ത മലയാളികൾക്കും ഇതര ദേശക്കാർക്കും വിസ്മയമുണ്ടായേക്കും. എന്നാൽ കേരളത്തിന്റെ നെല്ലറകളായ കുട്ടനാട്ടിലും പാലക്കാട്ടും കൂടാതെ കോൾ നിലങ്ങൾ നിരന്നു കിടക്കുന്ന തൃശൂരിലും മലപ്പുറത്തുമൊക്കെയുള്ള നെൽകർഷകരുടെ പരമ്പരാഗത കാർഷിക ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണ് പെട്ടിയും പറയുമെന്നത് കാർഷിക കേരളത്തിലെ മായാത്ത ഒരടയാളമാണ്. മോട്ടോറിൽ നിന്നും തടിപ്പറയിലേക്ക് ബെൽറ്റ് ഘടിപ്പിച്ച് വൈദ്യുതിയിലൂടെ പ്രവർത്തിപ്പിച്ച് വയലിലെ ജലം തടിപ്പലകകൾ പാകി ഉറപ്പിച്ച പെട്ടിയുടെ വായുമുഖത്തുകൂടി പുറം തോറുകളിലേക്ക് തള്ളി പാടം കൃഷിക്കായി വറ്റിച്ചെടുക്കുന്ന രീതിയാണിത്. വർഷകാലത്ത് കുട്ടനാടിന്റെ ശാപമായ വെള്ളപ്പൊക്കം വ്യാപകമായ കൃഷിനാശത്തിന് വഴിയൊരുക്കുമ്പോൾ ജലം പമ്പ് ചെയ്ത് തള്ളുന്നതിൽ കിതയ്ക്കുന്ന പെട്ടിയും പറയും സംവിധാനത്തെ മാറ്റങ്ങൾക്ക് വിധേയമാക്കുക എന്ന ആശയം കാർഷിക മേഖലയിൽ പുതിയ ചർച്ചയ്ക്ക് വഴിതെളിച്ചു. വെള്ളപ്പൊക്ക കാലത്ത് പ്രത്യേകിച്ചും പെട്ടിയാൻപറ ഉപയോഗിക്കാൻ നമുക്ക് ബുദ്ധിമുട്ട് കാണുന്നുണ്ട്. ഉദാഹരണത്തിന് ഒരു ലെവലിന് മേലെ വെള്ളം പോയാൽ നമുക്ക് ഈ പെട്ടിയും പറയും ഇളക്കി മാറ്റി വെച്ചിട്ട് ആ വെള്ളം താന്നതിന് ശേഷം മാത്രമേ വീണ്ടും അത് ഉറപ്പിച്ച് പ്രവർത്തനയോഗ്യമാക്കാൻ സാധിക്കുള്ളൂ. ഇതിനൊരു പകരം സംവിധാനം ഇങ്ങനെയുള്ള വെള്ളപ്പൊക്ക സമയത്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പാടത്തെ വെള്ളം അതിവേഗം വറ്റിച്ച് മാറ്റാനുള്ളൊരു സംവിധാനം അത് ഉണ്ടാകേണ്ട ഒരു ആവശ്യമുണ്ട്. വെർട്ടിക്കൽ ടർബൈൻ പമ്പോ അല്ലെങ്കിൽ സബ്മേഴ്സിബിൾ പമ്പുകളോ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ വെള്ളം പെട്ടെന്ന് തന്നെ വലിച്ചു മാറ്റാൻ സാധിച്ചാൽ ഈ വെള്ളപ്പൊക്കത്തിന്റെ ദുരന്തം ഒരു പരിധിവരെ ഓവർകം ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പെട്ടിയും പറയുടെയും സ്ഥാപനത്തിനും പ്രവർത്തനത്തിനും ആവശ്യമായി വരുന്ന തൊഴിലാളികളുടെ കൂലി, അറ്റകുറ്റപ്പണികൾക്കായി വേണ്ടിവരുന്ന ചെലവ്, അശാസ്ത്രീയമായ ഘടനാവിശേഷങ്ങൾ കൊണ്ടുണ്ടാകാവുന്ന മടവീഴ്ചയിലൂടെയുള്ള നഷ്ടം തുടങ്ങിയവ നെൽകൃഷിയിൽ വൻ സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കവേ ഇതിനെതിരെ ഉണർന്നു ചിന്തിക്കുവാൻ കുട്ടനാട്ടിലെ പല നെൽകർഷകരും തയ്യാറെടുക്കുകയായിരുന്നു. ഇതിനനുയോജ്യമായ നിർദ്ദേശങ്ങളും സഹകരണങ്ങളുമായി സംസ്ഥാന വൈദ്യുതി ബോർഡിന്റെ ഊർജ്ജ സംരക്ഷണ വിഭാഗം മുൻപോട്ട് വന്നു. ഒടുവിൽ പെട്ടിയും പറയും ഒഴിവാക്കിയുള്ള നൂതനമായ ഒരു പമ്പിംഗ് രീതി കുട്ടനാടൻ നെൽകർഷകർക്ക് മുമ്പിലേക്ക് സാവധാനം എത്തുകയായിരുന്നു. പെട്ടിയും പറയും മാറ്റി ഊർജ്ജ ലാഭവും ചെലവ് കുറഞ്ഞതും പ്രവർത്തനമേന്മയുള്ളതുമായ ടർബൈൻ പമ്പിന്റെ കുട്ടനാട്ടിലെ തുടക്കക്കാരന്റെ അടുത്തേക്ക് പോകണമെങ്കിൽ പ്രമുഖ കാർഷിക കുടുംബമായ ചമ്പക്കുളം മാപ്പിളശ്ശേരിയിലെത്തണം. ഈ കുടുംബത്തിലെ സന്തോഷ് ടോം ജോർജ് പ്രവാസി ജീവിതത്തിന് ശേഷം നാട്ടിലെത്തി തന്റെ 40 ഏക്കർ വരുന്ന പുഞ്ചപ്പാടത്ത് കൃഷി ചെയ്യാൻ ആരംഭിക്കവെയാണ് പമ്പിംഗ് സംവിധാനത്തിന്റെ മാറ്റത്തെക്കുറിച്ച് ചിന്തിച്ചത്. സന്തോഷിന്റെ ഈ കാർഷിക ചിന്തയ്ക്ക് എല്ലാവിധ പിന്തുണയും സാങ്കേതിക സഹായവുമായി വൈദ്യുതി ബോർഡ് ഊർജ്ജ സംരക്ഷണ വിഭാഗം പ്രതിനിധി CK ഉണ്ണികൃഷ്ണൻ നായരും കൂട്ടിനെത്തി. വിവിധ പാടശേഖരങ്ങളിലായിട്ട് ബോർഡ് ഏകദേശം 30ഓളം പമ്പ് സെറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ചെറിയ പമ്പ്, സബ്മേഴ്സിബിൾ. എന്നാൽ ഏറ്റവും ഊർജ്ജക്ഷമതയുള്ള ഒരു പമ്പ് സിംഗിൾ പമ്പായിട്ട് ഡിസൈൻ സ്ഥാപിച്ചിട്ടുള്ളത് സന്തോഷ് ജോർജ് മാപ്പിളശ്ശേരിയുടെ ഈ 40 ഏക്കർ പാടശേഖരത്താണ്. ഈ പമ്പ് പ്രവർത്തിപ്പിക്കുക വഴി 10 ദിവസം 20 HP മോട്ടോർ തുടർച്ചയായി പമ്പ് ചെയ്ത് വെള്ളം വറ്റിച്ചിരുന്ന സ്ഥാനത്ത് 7 ദിവസം കൊണ്ട് വെള്ളം വറ്റിത്തീരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് 40% എനർജി ലാഭം കിട്ടുന്നുണ്ട്. കാരണം ഈ പമ്പിൻ്റെ ഡിസൈനിൽ വരുത്തിയിട്ടുള്ള ഒരു പ്രധാന പ്രത്യേകത മോട്ടോർ സ്റ്റൂള് കം ഡിസ്ചാർജ് ഹെഡ് പെട്ടിയും പറയായിരുന്നപ്പോൾ തടി കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതും 8 ഇഞ്ച് ഹൈറ്റുള്ള ഒരു T കണക്ഷനായിരുന്നു. അത് മാറ്റിയിട്ട് 16 ഇഞ്ച് ലോങ് ബെൻഡ് കൊടുത്തിട്ടാണ് വെള്ളം ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്യുന്നത്. അതുമൂലം വെള്ളം T കണക്ഷൻ ഉണ്ടാകുന്ന തരത്തിലുള്ള ഫ്രിക്ഷൻ ലോസ് വരാതെ വെള്ളം വളരെ വേഗതയിൽ ഡിസ്ചാർജ് പോയിന്റിൽ എത്തുന്നു. ഇതുമൂലം 40% കുറയാതെ വൈദ്യുതി ലാഭിക്കാൻ കഴിയുന്നുണ്ട്. ഉപഭോക്താവിന് ഇതുകൊണ്ട് വേഗം നടക്കുന്നുണ്ട്. വളം ഇട്ട് കഴിഞ്ഞ വെള്ളം
ഇറക്കി വിടുന്നതിനും മറ്റ് കാലഘട്ടങ്ങളിൽ, അതായത് കൃഷി കഴിഞ്ഞാൽ മീൻ കൃഷി ചെയ്യും. മീൻ കൃഷി ചെയ്യുന്ന കാലഘട്ടങ്ങളിൽ മീൻ കൃഷി കഴിഞ്ഞ് വെള്ളം വറ്റിക്കുന്നതിനും ഈ പമ്പ് ഉപയോഗപ്പെടുന്നു. അപ്പം രണ്ട് കൃഷിക്കും, നെൽകൃഷിക്കും മീൻ കൃഷിക്കും ഒരുപോലെ ഉപയോഗപ്പെടുന്നു. ഇലക്ട്രിസിറ്റി ബോർഡിനെ സംബന്ധിച്ച് വളരെയധികം വൈദ്യുതി ലാഭിക്കുന്നു. ഉപഭോക്താവിനെ സംബന്ധിച്ച് ഏറ്റവും കുറഞ്ഞ മെയിൻ്റനൻസ് കോസ്റ്റ് ആണ് ഈ പമ്പിനുള്ളത്. ചമ്പക്കുളം ചെമ്പുംപുറത്തെ മണക്കാടൻ പള്ളി അറുന്നൂർ പാടശേഖരത്തെ തന്റെ 40 ഏക്കർ വരുന്ന പാടത്ത് സന്തോഷ് ജോർജ് ആദ്യം രൂപകൽപ്പന ചെയ്ത് പരീക്ഷിച്ച 10 HP സബ്മേഴ്സിബിൾ പമ്പ് തികഞ്ഞ പരാജയം തന്നെ ഏറ്റുവാങ്ങി. തുടർന്ന് 15 HP മോട്ടോർ സംവിധാനവും പരീക്ഷിച്ചുവെങ്കിലും അതും സന്തോഷിന്റെ പാടശേഖരത്തെ ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. തുടർന്ന് പെട്ടിയും പറയുമെന്ന പഴയ സംവിധാനം പൂർണ്ണമായും മാറ്റാതെ ചില പരിഷ്കാരങ്ങൾ വരുത്തി കാര്യക്ഷമത കൂട്ടുക എന്ന ലക്ഷ്യത്തിലേക്ക് സന്തോഷും ഉണ്ണികൃഷ്ണൻ നായരും കടന്നു. പെട്ടിയും പറയിലെയും പെട്ടി പൂർണ്ണമായും ഒഴിവാക്കി പറയുടെ സ്ഥാനത്ത് 15 ഇഞ്ച് അളവുള്ള കുഴലും പെട്ടിയുടെ സ്ഥാനത്ത് 14 ഇഞ്ച് അളവുള്ള കുഴലും ഇവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് അതേ വലിപ്പത്തിലുള്ള ബെൻഡും തയ്യാറാക്കപ്പെട്ടു. സബ്മേഴ്സിബിൾ പമ്പ് ഈ കാണുന്ന കുഴിയിൽ, ഇതിന്റെ പറക്കുഴി എന്ന് പറയും, സമ്പ്. ഈ സമ്പിനുള്ളിൽ സബ്മേർജ്ഡ് കണ്ടീഷനാണ് ഉപയോഗിച്ചിരുന്നത്. പെട്ടിയും പറയും സ്ഥാപിച്ച് പ്രവർത്തിപ്പിക്കുന്നത് ഇതേ പ്രൊവിഷനിൽ തന്നെയാണ്. ഇപ്പൊ കാണുന്ന രീതിയിൽ ഒരു ബീമിലാണ് പെട്ടിയും പറയും സ്ഥാപിച്ച് പ്രവർത്തിപ്പിക്കുന്നത്. ഈ പമ്പ് സ്ഥാപിച്ചിരിക്കുന്നത് സ്റ്റീൽ ഫാബ്രിക്കേറ്റഡ് ബേസ് പ്ലേറ്റിലാണ്. പമ്പ് എറക്റ്റ് ചെയ്യാനും ഇടയ്ക്ക് ഇതിന്റെ ഫുട്വാലില് ഇതിന്റെ ഇമ്പല്ലറിൽ പുല്ല് മറ്റ് ചപ്പിയവറുകൾ കുടുങ്ങിയ എടുത്തു മാറ്റുന്നതിന് വേണ്ടി ഒരു പ്രത്യേക പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഷാഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ പമ്പിൽ ഈ ഫ്ലാഞ്ച് ബോൾട്ടുകൾ അഴിച്ചതിന് ശേഷം ഈ പമ്പ് പോർഷന്റെ താഴെ കയറ് കെട്ടി മുകളിലോട്ട് ഉയർത്തിയാൽ ബേസ് പ്ലേറ്റിലേക്ക് കെട്ടിയിടാൻ കഴിയും. അങ്ങനെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ ഇമ്പല്ലറിൽ പിടിച്ചിരിക്കുന്ന പായലും പോളയും മച്ചിങ്ങ പോലുള്ള വസ്തുക്കൾ ഇളക്കിക്കളഞ്ഞ് വീണ്ടും കയറ് വഴി അത് പൊസിഷനിലിട്ട് പമ്പ് ഓടിക്കാൻ കഴിയും. അതാണ് ഈ പമ്പിന്റെ പ്രധാന പ്രത്യേകത. അല്ലാതെ പക്ഷം വെള്ളത്തിൽ മുങ്ങി വേണം ഈ പണികളൊക്കെ ചെയ്യാൻ വേണ്ടി. അത് ക്ലേശകരമാണ്. അതേസമയം ഇത് കൃഷി കഴിഞ്ഞാൽ ഈ പമ്പ് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ പൊക്കി ഉയർത്തി വെച്ചിട്ട് പെയിന്റ് അടിച്ച് സൂക്ഷിക്കുകയും ചെയ്യാം. ഇത് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഇനി ആവശ്യം വന്നാൽ വളരെ എളുപ്പമാണ്. പഴയ പെട്ടിയും പറയിലെ 20 ഇഞ്ച് വ്യാസമുള്ള പറ ഇവിടെ 16 ഇഞ്ച് വ്യാസമുള്ള പറയായി മാറി. 20 കുതിരശക്തിയുള്ള മോട്ടോർ കൂടാതെ ബെൽറ്റ്, സ്റ്റാർട്ടർ, പമ്പ് ഹൌസ് എന്നിവയും അനുബന്ധ ഘടകങ്ങളായി. മുൻകാലത്തെ രീതി അനുസരിച്ച് പെട്ടി നിറഞ്ഞ് വെള്ളം പുറത്തേക്ക് തള്ളുന്നതിനേക്കാൾ ശക്തമായി തള്ളാൻ ബെൻഡിലൂടെയുള്ള പമ്പിങ്ങിൽ സാധിക്കും. സാമ്പത്തിക ലാഭത്തേക്കാൾ പെട്ടിയും പറയും സ്ഥാപിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമുള്ള ആയാസകരമായ അധ്വാനത്തിൽ നിന്നുള്ള മോചനമാണ് ഇതിലൂടെ കർഷകർക്ക് ലഭ്യമാകുന്നത്. ഒന്ന് രണ്ട് കൃഷിയൊക്കെ ഈ പെട്ടിയും പറയും വെച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ഇതിൻ്റെ ആ ബുദ്ധിമുട്ട്, ഈ പെട്ടിയും പറയുടെ മെയിൻ്റനൻസും അതിൻ്റെ പെർഫോമൻസും എല്ലാം നടത്തിപ്പും എല്ലാം ബുദ്ധിമുട്ടായി വന്നപ്പം ആ സമയങ്ങളിലാണ് ഈ KSEBയുടെ ഒരു മീറ്റിംഗ് ആലപ്പുഴ വെച്ച് അവർ ഈ പെട്ടിയും പറയും മാറ്റി കുറച്ചുകൂടെ എനർജി സേവിങ് ആയിട്ടുള്ളതും പെർഫോമൻസ് കൂടുതലുമായിട്ടുള്ള മോട്ടോർ വെക്കാനായിട്ട് അവർ സ്റ്റഡി ക്ലാസ് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വൈദ്യുതി ഭവനിൽ വെച്ചുള്ള മീറ്റിംഗ് ഞാനും ഇടയായി. അങ്ങനെ അവിടെ ചെന്നപ്പോൾ എനിക്കിത് വളരെ പ്രയോജനകരമാണല്ലോ എന്ന് ചിന്തിച്ച് ഇവിടെ വന്നു. അന്ന് അവർ പറഞ്ഞു സബ്മേഴ്സിബിൾ ആയിട്ടുള്ള മോട്ടോർ വെച്ചാൽ നല്ല പെർഫോമൻസ് ആണെന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 1-2 സബ്മേഴ്സിബിൾ മോട്ടോർ വാങ്ങിച്ചു. ഏറ്റവും വലുതായിട്ട് ഞാൻ കിട്ടിയത് 3 ഇഞ്ച് 4 ഇഞ്ച് മാക്സിമം അത്രയുള്ള ഔട്ട്പുട്ടുള്ള ഈ മോട്ടറേ കിട്ടിയുള്ളൂ. അപ്പോൾ അത് വെച്ച് ഞങ്ങൾ അടിച്ചു. 1 മാസത്തോളം വെള്ളം പമ്പ് ചെയ്തിട്ടും നമുക്കതിൻ്റെ പ്രയോജനം കിട്ടിയില്ല.
അപ്പം ഇതിന് അഡീഷണലായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് ഞാൻ തിരിച്ച് വീണ്ടും പെട്ടിയും പറയിലേക്ക് വരാമെന്നിങ്ങനെ ആഗ്രഹിച്ചിരുന്നപ്പോഴാണ് KCBയിൽ തന്നെ ഉണ്ടായിരുന്ന കൺസർവേറ്റീവ് എനർജി മാനേജ്മെൻറ്റിലുള്ള ഉണ്ണികൃഷ്ണൻ സാറ് പറഞ്ഞു, നമുക്ക് പുതിയൊരു സംരംഭമുണ്ട്, അത് നമുക്കുണ്ടാക്കി ഒന്ന് വെച്ച് നോക്കാം. കുറച്ച് സമയം എടുത്തെങ്കിലും മെഷീൻ ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവന്ന് ഫിക്സ് ചെയ്തു. പക്ഷേ ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്കിനും വളരെ പെർഫോമൻസ് നന്നായിട്ട് കണ്ടു. അപ്പം പെട്ടിയും പറയും പിന്നെ എടുത്ത് മാറ്റി ഞങ്ങൾ ഈ 2 കൃഷിയായിട്ട് ഇപ്പോൾ ഈ പുതിയ ഞങ്ങൾ ഓടിക്കുന്നത്. ഇനീഷ്യൽ കുറച്ച് എക്സ്പെൻസ് കൂടുതൽ വന്നെങ്കിലും ഇപ്പം പക്ഷേ വളരെ ഹാപ്പിയാണ്. കുട്ടനാടൻ പാടശേഖരങ്ങളിലെ നെൽകൃഷിക്കും മത്സ്യകൃഷിക്കുമായി വെള്ളം പാടങ്ങളിലേക്ക് കയറ്റുന്നതിനും ഇത് ഏറെ സഹായകരമാകുന്നു. പെട്ടിയും പറയും പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന അതിശക്തമായ ത്രസനം മൂലം പാടത്ത് മടവീഴ്ചയ്ക്കുള്ള സാധ്യത ഏറെയെങ്കിൽ ഈ പമ്പിംഗ് സംവിധാനം കാർഷിക ദുരന്തത്തിന് വഴിയൊരുക്കുന്നില്ല തന്നെ. മാത്രവുമല്ല, ഇത്ര വെള്ളപ്പൊക്കക്കെടുതി ഉണ്ടായാൽ പോലും നിശ്ചിത സമയത്തിനുള്ളിൽ ജലം പുറത്തേക്ക് തള്ളാൻ ഈ പമ്പിംഗ് രീതിയിലൂടെ കഴിയുന്നു. കൂടാതെ കാർഷിക ആവശ്യം കഴിഞ്ഞാൽ അനായാസം പമ്പ് ജലത്തിൽ നിന്നുയർത്തി ശുചിയാക്കി സൂക്ഷിക്കുവാനും സാധിക്കുന്നു. %85 ഗുണപ്രദമായ ഈ പമ്പിംഗ് സംവിധാനം പെട്ടിയും പറയുടെ വൈദ്യുതി ചെലവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നന്നേ കുറവെന്നും കാണുമ്പോൾ കാർഷിക രംഗത്ത് പ്രതിസന്ധികൾ നേരിടുന്ന കർഷകർക്ക് തികഞ്ഞ ആശ്വാസം തന്നെയാകുന്നു. വെള്ളം അധികമായിട്ട് പൊങ്ങിയാലും നമുക്ക് തടസ്സം കൂടാതെ പമ്പിങ് നടത്തും. കാരണം പെട്ടിയും പറയുകയാണെങ്കിൽ വെള്ളം കൂടിക്കഴിഞ്ഞാൽ നടത്താൻ നമ്മൾ ഭയപ്പെടും. കാരണം ഈ വൈബ്രേഷൻ ഉണ്ടാകുന്നതുകൊണ്ട്. ഇതാകുമ്പോഴത്തേക്ക് അങ്ങനത്തെ കുഴപ്പങ്ങളുണ്ടാകുകയില്ല. നമുക്ക് സുഗമമായിട്ട് വെള്ളം പമ്പ് ചെയ്ത് പുറത്ത് കളയാൻ പറ്റും. അതൊന്നാമത്തെ കാര്യം. പിന്നെ ഈ പെട്ടിയും പറയും നമുക്ക് മെയിൻ്റനൻസ് ഓരോ സീസൺ കഴിയുമ്പം ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കാം. അതാണ് ഏറ്റവും വലിയൊരു ഗുണമായിട്ട് ഞാൻ കണ്ടത്. ഒരു 12 പേര് വേണം ഇതൊന്നും മറിച്ച് പിന്നെ അതിൻ്റെ മറ്റ് പണികളെല്ലാം നടത്തി എല്ലാം ഇറക്കുമ്പോഴത്തേന് അതിനുള്ള സമയവും പിന്നെ ഇതിൻ്റെ ആൾക്കാരെ കിട്ടാനും വലിയ ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ മെയിൻ്റനൻസിനുള്ള. അത് പല ആൾക്കാർ വേണം. ഇപ്പം ഈ പെട്ടിയും പറയും പണിയാൻ അറിയാവുന്നവർ വരും. ഇതുകൂടാതെ പിന്നെ ലോക്കൽ സ്റ്റാഫിൻ്റെ ആവശ്യമുണ്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് തിരിച്ചൊക്കെ കൊടുക്കാനായിട്ട്. പിന്നെ ഇലക്ട്രിക്കൽ കണക്ഷൻ്റെ ഇത് ഇപ്പം അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഈ ഒരു കാര്യം കൊണ്ട് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. പിന്നെ സ്പേസ് കൺസ്യൂമിങ് വളരെ കുറവാണ്. നമുക്ക് ഓടി നടന്നകത്തൊക്കെ എന്തെങ്കിലും വർക്കുകൾ ചെയ്യാനായിട്ട് സൗകര്യമാണ്. അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങൾ ഒത്തിരി ഈ മോട്ടോർ കൊണ്ടുണ്ട്. വിസ്തീർണം കുറഞ്ഞ ചെറുപാടങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള സബ്മേഴ്സിബിൾ പമ്പിന്റെ മാതൃക വളരെ ലളിതമാണ്. ഈ പമ്പിങ്ങിന് മോട്ടോറും അതിൽ നിന്നുള്ള കുഴലും മാത്രം മതിയാകും. 7.5 കുതിരശക്തിയുടെ മോട്ടോർ ഉപയോഗിക്കുക വഴി 3 മുതൽ 4 വരെ പമ്പുകളിലൂടെ ജലം ഈ രീതിയിലൂടെ പുറത്തേക്ക് തള്ളാനാകുന്നു. $50 കുതിരശക്തിയുടെ മോട്ടോർ ഉപയോഗിച്ച് പോകുന്നിടത്താണ് ഈ സംവിധാനം വളരെ ലാഭകരമായി പ്രവർത്തിക്കുന്നതെന്നും കാണേണ്ടതുണ്ട്. യാതൊരു പ്രകമ്പനവും കൂടാതെ പ്രവർത്തിക്കുന്നതിനാൽ ഈ പമ്പിംഗ് പാടങ്ങളുടെ പുറം ബണ്ടുകൾക്ക് ബലക്ഷയവും ഉണ്ടാക്കുന്നില്ല. സബ്മേഴ്സിബിൾ പമ്പ് വെള്ളത്തിലേക്ക് നമ്മൾ ഇറക്കി വെക്കുന്നത് ആ ചെയിൻ ബ്ലോക്ക് എടുത്ത് താഴോട്ട് ഇറക്കി വെച്ച് എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് 2-3 മണിക്കൂർ നേരത്തെ അധ്വാനം കൊണ്ട് ഈ പമ്പ് സെറ്റിൻ്റെ സകല വർക്കുകളും തീർന്ന് ഞങ്ങൾ പൂർണ്ണമായി ഉപയോഗയോഗ്യമാകുകയായത്. പിന്നെ സബ്മേഴ്സിബിൾ പമ്പ് എന്ന് പറയുന്ന ഈ പമ്പിൻ്റെ ഫിറ്റിങ്ങുകൾ സാധാരണ ആർക്ക് വേണേലും നമുക്ക് ചെയ്യാവുന്ന ഒരു വർക്കാണ്. മറ്റൊരു പെട്ടിയും പറയും എന്ന് പറഞ്ഞാൽ അതിൻ്റെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ പ്രത്യേക എക്സ്പെർട്ട് ഡ്രൈവർ തന്നെ വേണം. അതുപോലെ ആ പമ്പ് നമുക്ക് നിർത്തിയിട്ടേച്ചും വേറെ എങ്ങോട്ടെങ്കിലും പോകാൻ ഒക്കുകയില്ല മറ്റേ പമ്പ്. അതേസമയം ഈ പമ്പ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറി നിൽക്കണമെങ്കിൽ
നമുക്കൊരു പ്രശ്നവുമില്ല. കറണ്ട് പോയെങ്കിൽ കട്ടായി പോകുന്നുള്ള മാത്രമേ ഉള്ളൂ അതിനകത്തെ വിഷയം. വളരെ ലളിതമായ സ്റ്റാർട്ടർ സംവിധാനമുള്ള ഈ സബ്മേഴ്സിബിൾ പമ്പിംഗ് സ്ത്രീകൾക്കും കുട്ടികൾക്കുമൊക്കെ കൈകാര്യം ചെയ്യാനാകുന്നു. മോട്ടോർ സിസ്റ്റം നമുക്ക് സ്ത്രീകൾക്ക് പോലും ഉപയോഗിക്കാൻ ലളിതമായ രീതിയിലാണ്. കരണ്ടടിക്കുവോ എന്നൊന്നും പേടിക്കേണ്ട. ആണുങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന അത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല. സ്ത്രീകൾക്കും കുട്ടികൾക്കും വരെ സുഖമായിട്ട് ഓടിക്കാവുന്നതാണ്. 7.5 കുതിരശക്തിയുള്ള 2 സബ്മേഴ്സിബിൾ പമ്പുകൾ പ്രവർത്തിപ്പിക്കുമ്പോൾ നിലവിലെ പെട്ടിയും പറയേക്കാൾ 6 ഇരട്ടി വെള്ളം പുറത്തേക്ക് തള്ളാൻ കഴിയും. അപ്പോൾ 50% കാര്യക്ഷമത വർദ്ധിച്ചു എന്ന് കാണാനാകുന്നു. തൃശൂർ കോൾ നിലങ്ങളിൽ 50 കുതിരശക്തിയുള്ള പെട്ടിയും പറയും മാറ്റി വെർട്ടിക്കൽ ടർബൈൻ പമ്പുകൾ സ്ഥാപിച്ചപ്പോൾ ഏതാണ്ട് 6 ഇരട്ടി ജലം പമ്പ് ചെയ്യുന്നതായി കണ്ടെത്തി. എൻ്റെ അഭിപ്രായത്തിൽ കർഷകർ പെട്ടിയും പറയും മാറ്റി സംരംഭങ്ങൾ ഈ മോട്ടോർ വെക്കുകയാണെങ്കിൽ അവർക്ക് ഇത് കൈകാര്യം ചെയ്യാൻ ഉള്ള ചിലവുകൾ കുറയും. വെള്ളം പൊങ്ങിയാൽ കൃഷി ഇപ്പം ചെയ്യാത്ത പാടങ്ങളുണ്ട്. അവിടെ രണ്ടാം കൃഷിയും സുഗമമായിട്ട് നടത്താൻ സാധിക്കുമെന്നാണ് എനിക്ക് കുട്ടനാട്ടിലെ കർഷകരോട് പറയാനുള്ളത്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സഹായ സഹകരണങ്ങളുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് ഭൂരിഭാഗം കർഷകരും ഈ മോട്ടറും ഈ സിസ്റ്റം ചെയ്യുവാൻ താല്പര്യപ്പെടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. പരമ്പരാഗത പെട്ടിപ്പറ രീതിക്ക് ബദൽ സംവിധാനമായി സബ്മേഴ്സിബിൾ പമ്പുകൾ നമ്മുടെ പാടശേഖരങ്ങളിലേക്ക് എത്തുമ്പോൾ ഉയരുന്ന കാർഷിക ചെലവാൽ നട്ടം തിരിയുന്ന നെൽ കർഷകർക്ക് അതേകുന്ന സഹായത്തിന്റെ തോത് ഒട്ടും കുറവല്ല. ഈ പമ്പിംഗ് സംവിധാനത്തിനായി യത്നിച്ച ചമ്പക്കുളം മാപ്പിളശ്ശേരി സന്തോഷ് ടോം ജോർജിനൊപ്പമുള്ള കർഷകരും ഇതിലെ പങ്കാളിത്തം കൈയാളുന്ന സംസ്ഥാന വൈദ്യുതി ബോർഡും തികച്ചും അനുമോദനാർഹരാണ്. നെൽകർഷകന് തുണയാകുന്ന ഈ ആധുനിക സാങ്കേതിക സംവിധാനം നമ്മുടെ വയലുകളിൽ മേന്മയുടെ നനവ് പടർത്തട്ടെ എന്ന് കാർഷിക കേരളത്തിനും ആശിക്കാം. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। ിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ.
വൈഗ അന്താരാഷ്ട്ര ശില്പശാല ഗവർണർ ഉദ്ഘാടനം ചെയ്തു. വരൾച്ചയ്ക്കെതിരെ മുൻകരുതൽ സഹായത്തിന് കൃഷിവകുപ്പിന്റെ പദ്ധതികൾ. പൈനാപ്പിളിന്റെ നടീൽ വസ്തുക്കൾ വിൽപ്പനയ്ക്ക്. വാർത്തകൾ വിശദമായി. സംസ്ഥാന കൃഷിവകുപ്പ് സംഘടിപ്പിക്കുന്ന കാർഷികോൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനവിനെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര ശില്പശാലയുടെയും പ്രദർശനത്തിന്റെയും ഉദ്ഘാടനം ഗവർണർ പി സദാശിവം നിർവഹിച്ചു. വൈഗ എന്ന പേരിൽ തിരുവനന്തപുരത്ത് കനകക്കുന്ന് കൊട്ടാരം, ജവഹർ ബാലഭവൻ എന്നിവിടങ്ങളിലാണ് പരിപാടി നടക്കുന്നത്. കൃഷിവകുപ്പ് മന്ത്രി വി.എസ്. സുനിൽകുമാർ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കമ്മീഷണർ ഡോക്ടർ രാജു നാരായണസ്വാമി IAS, കാർഷിക കർഷക ക്ഷേമ വകുപ്പ് ഡയറക്ടർ ബിജു പ്രഭാകർ IAS തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നെല്ല്, കൂൺ, തേൻ, ധാന്യങ്ങൾ, പ്രകൃതിദത്ത നാരുകൾ, തേങ്ങ, ഫലവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, സുഗന്ധദ്രവ്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ, ഔഷധ സസ്യങ്ങൾ മുതലായവയുടെ മൂല്യവർദ്ധനയിലൂടെ കർഷകരെ അധിക വരുമാനം നേടാൻ പ്രാപ്തരാക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. ശില്പശാലയിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കാർഷിക വിദഗ്ധർ പങ്കെടുക്കും. ഡിസംബർ 5 വരെയാണ് പരിപാടി. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന പ്രകാരം കോഴിക്കോട് ജില്ലയിൽ നെല്ല്, വാഴ, മഞ്ഞൾ, കുരുമുളക്, കമുക് എന്നീ വിളകൾ പൊതുമേഖലാ ബാങ്കുകളിൽ നാമമാത്ര പ്രീമിയം അടച്ച് ഇൻഷുർ ചെയ്യാം. ഉൽപാദനക്കുറവിന് ആനുപാതികമായ നഷ്ടപരിഹാരം ഇൻഷുറൻസ് പ്രീമിയം അടച്ച കർഷകന്റെ അക്കൌണ്ടിൽ ലഭിക്കത്തക്ക സംവിധാനമാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് കൊടിയ വരൾച്ചയ്ക്ക് സാധ്യതയുള്ള സാഹചര്യത്തിൽ ജലസംഭരണികളുടെ നിർമ്മാണ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ, മണ്ണ് സംരക്ഷണ പ്രവർത്തനങ്ങൾ, ഇൻഷുറൻസ് പരിരക്ഷ തുടങ്ങിയവയ്ക്ക് കൃഷിവകുപ്പ് ധനസഹായം നൽകുന്നു. കുളങ്ങൾ, കിണറുകൾ, ജലസംഭരണികൾ എന്നിവ നിർമ്മിക്കുന്നതിന് പരമാവധി 75,000 രൂപ സബ്സിഡി ലഭിക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് 20 ലക്ഷം രൂപ വരെ നൽകും. പഴയ ജലസ്രോതസ്സുകൾ പുനരുജ്ജീവിപ്പിക്കുന്നതിന് 15,000 രൂപയാണ് ധനസഹായം ലഭിക്കുക. മണ്ണ് സംരക്ഷണത്തിന് ബണ്ടുകൾ നിർമ്മിക്കുന്നതിന് പരമാവധി 4,000 രൂപ വരെ ലഭിക്കും. വരൾച്ച മൂലമുള്ള കൃഷിനാശത്തിന് വിള ഇൻഷുർ ചെയ്യാനുള്ള സൌകര്യവുമുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടുക. ആലപ്പുഴ ജില്ലയിലെ സമഗ്ര കാർഷിക വികസന പരിപാടി ഹരിതം ഹരിപ്പാട് നടന്നു. തദ്ദേശീയരായ കർഷകരും കാർഷിക വിദഗ്ധരും ഇതിനോടനുബന്ധിച്ച് നടന്ന കാർഷിക കൂട്ടായ്മയിൽ പങ്കെടുത്തു. ഈ കാർഷിക പ്രദർശനം 30ഓളം സ്റ്റാളുകളുമായി വൈവിധ്യമാർന്ന സ്റ്റാളുകൾ ഒരുക്കുന്ന കാർഷിക രംഗത്ത് ഒരു പുതിയ കുതിച്ചുചാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു ദിവസമാണ്. വളരെ ആത്മാർത്ഥതയോടുകൂടി ഈ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളാനിക്കര പൈനാപ്പിൾ ഗവേഷണ കേന്ദ്രത്തിൽ പൈനാപ്പിളിന്റെ നടീൽ വസ്തുക്കൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. വില തൈ ഒന്നിന് 8 രൂപ. പോളി ബാഗിലുള്ള തൈ ഒന്നിന് 10 രൂപയാണ് വില. കൂടാതെ പാകമായ പൈനാപ്പിളും വിൽപ്പനയ്ക്കുണ്ട്. വിശദവിവരങ്ങൾക്ക് 0487 237 3242 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 10,100 രൂപ, കോഴിക്കോട് 10,800 രൂപ, തൃശൂർ 10,100 രൂപ. കൊപ്ര കൊച്ചി 6,815 രൂപ, കോഴിക്കോട് 6,950 രൂപ, തൃശൂർ 6,840 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 66,800 രൂപ, കുരുമുളക് ഗാർബിൾഡ് 69,800 രൂപ. ചുക്ക് മീഡിയം 12,500 രൂപ, ചുക്ക് ബെസ്റ്റ് 14,000 രൂപ. മഞ്ഞൾ സേലം 9,500 രൂപ, മഞ്ഞൾ ഈറോഡ് 10,000 രൂപ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 12,500 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 12,900 രൂപ. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 12,500 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 12,950 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 10,100 രൂപ, കൊപ്ര 6,815 രൂപ,
പിണ്ണാക്ക് എക്സ്പെല്ലർ 2000 രൂപ, പിണ്ണാക്ക് റോട്ടറി 2300 രൂപ, കുരുമുളക് അൺഗാർബിൾ 66,800 രൂപ, കുരുമുളക് ഗാർബിൾ 69,800 രൂപ, ചുക്ക് മീഡിയം 12,500 രൂപ, ചുക്ക് ബെസ്റ്റ് 14,000 രൂപ, മഞ്ഞൾ നാടൻ 11,500 രൂപ, അടയ്ക്ക പുതിയത് 17,000-നും 18,000-നും മധ്യേ, ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 225-നും 245-നും മധ്യേ, ജാതിക്ക തൊണ്ടില്ലാത്തത് 425-നും 450-നും മധ്യേ, ജാതിപത്രി 500-നും 875-നും മധ്യേ, ഗ്രാമ്പു 795 രൂപ. റബ്ബർ RSS 5 ഗ്രേഡ് 12,700 രൂപ, റബ്ബർ RSS 4 ഗ്രേഡ് 12,900 രൂപ, ഒട്ടുപാൽ 8,700 രൂപ, ലാറ്റക്സ് 8,000 രൂപ. കമ്പോള നിലവാരം. ടെർമിനൽ മാർക്കറ്റിലും കാർഷിക മേഖലകളിലും കുരുമുളകിന്റെ ലഭ്യത ക്രമാതീതമായി കുറഞ്ഞത് നിരക്ക് വീണ്ടും ഉയർത്തി. ഉത്സവ ആവശ്യങ്ങൾ മുന്നിൽ കണ്ട് അന്തർ സംസ്ഥാന വ്യാപാരികൾ മുളകിൽ പിടിമുറുക്കിയത് അൺഗാർബിൾഡിന്റെ വില കിലോ 668 ഉയർത്തി. ക്രിസ്തുമസ് ആവശ്യങ്ങൾ മുന്നിൽ കണ്ട് ചെറുകിട കർഷകർ റബ്ബർ ഷീറ്റ് വിൽപ്പനയ്ക്കിറക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഉയർന്ന വിലയ്ക്ക് ഷീറ്റ് വിൽപ്പന നടത്താനാകുമെന്ന കണക്കുകൂട്ടലിലാണ് ഉൽപ്പാദകർ. 4 ഗ്രേഡ് കിലോ 129 രൂപ. വൻതോതിൽ ഏലക്ക വിൽപ്പനയ്ക്കെത്തിയത് വിലയെ ബാധിച്ചു. ഉൽപാദന മേഖലയിൽ 60 ടൺ ഏലക്ക ഇന്ന് ലേലത്തിനിറങ്ങി. മികച്ച ഇനങ്ങൾ കിലോ 1,478 രൂപയിൽ കൈമാറി. നാളികേര ഉൽപ്പന്നങ്ങൾ സ്റ്റഡി നിലവാരത്തിൽ നീങ്ങി. കൊപ്രയാട്ട് വ്യവസായികൾ വെളിച്ചെണ്ണയ്ക്ക് ഉയർന്ന വില ആവശ്യപ്പെട്ടുവെങ്കിലും പ്രാദേശിക ഡിമാൻഡ് മങ്ങിയത് വിലക്കയറ്റത്തിന് തടസ്സമായി. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 31.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 21.6 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 34.2, 23.5. കൊച്ചി 31.4, 24.6. ആലപ്പുഴ 30.8, 24.4. പുനലൂർ 32, 22.5. തിരുവനന്തപുരം 32.3, 24.5 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. കേട്ടോ എന്നെ എന്ത് കേൾപ്പിക്കാനാ? പോയി അവളെ കേൾപ്പിക്കും. ആരോട് പറയാൻ? അത് നിങ്ങളുടെ മൊബൈൽ ഫോണ്. രാവിലെയും വൈകിട്ടും പകലും രാത്രി അതിനോട് ഒട്ടിയിരിക്കുവല്ലേ. ചോദിച്ചാ കിസാൻ കോൾ സെന്ററുമായി സംസാരിക്കുകയാണെന്ന് പറയും. ഓ അതാണല്ലേ കാര്യം. അതെ, എന്ത് പറ്റി? ഇപ്പൊ സംസാരിക്കുന്നില്ലേ? ഇപ്പൊ അപ്പൊ കാര്യം നടത്തും. അതെങ്ങനെ? അതെ, ഇപ്പൊ കൂടുതൽ ലൈനുകളും പ്രത്യേക ടെക്നിക്കും കാരണം കൃഷി വിദഗ്ധരുമായി ഉടനെ സംസാരിക്കാം. ഇനി ലൈൻ ബിസി ആണെങ്കിൽ തന്നെ നിങ്ങളുടെ പ്രശ്നം റെക്കോർഡ് ചെയ്തോളും. അവിടെ നിന്ന് ഫോണും വരും, പിന്നെ പ്രശ്ന പരിഹാരം മെസ്സേജായും വരും. കണ്ടില്ലേ, വന്നല്ലോ. ആഹാ, എന്നിട്ട് കാത്തിരിക്കേ വേണ്ടല്ലേ? അതെ, അതാണല്ലേ പെട്ടെന്ന് എന്നോട് ഇപ്പൊ സ്നേഹം തോന്നിയത്. കൃഷി സംബന്ധമായ പ്രശ്നങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയിൽ ഉടൻ പരിഹാരത്തിന് ഇന്ത്യ ഒട്ടുക്കും ഏത് ഫോണിൽ നിന്നും ഹെൽപ്പ് ലൈൻ നമ്പറിൽ ബന്ധപ്പെടുക. കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ.